മറ്റൊന്ന് ഏതെങ്കിലും ഒരു സംഘടനയെയോ ഏതെങ്കിലും മറ്റൊന്നിനെയോ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ എല്ലാ സൗഹാർദ്ദങ്ങളും അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അതോടുകൂടി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു മത്സരത്തോടു കൂടിയായിരിക്കും പ്രവർത്തിക്കും. പിന്നെ വളർന്ന് വലുതാവുന്ന പത്രങ്ങളോടൊക്കെ ഏതിനോടും എപ്പോഴും അസൂയകളൊക്കെ പലർക്കും ഉണ്ടാവും. സുപ്രഭാതത്തിനും അതാണ് സംഭവിച്ചത്. സുപ്രഭാതം വളർന്ന് വലുതാവുമ്പോഴും അതിനോട് ചിലപ്പോൾ പലർക്കും പല നിലക്കുള്ള അസൂയകളും പലതും ഉണ്ടായിന്ന് വരും. അപ്പോൾ അസൂയപ്പെടാനൊന്നുമില്ല, ഇതൊരു മത്സരമാണ്. ആ മത്സരത്തിൽ എല്ലാ പത്രങ്ങളെക്കാളും ചിലപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് സുപ്രഭാതം അതിനു വേണ്ട പ്രവൃത്തികളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കും. വിശുദ്ധ ശരീഅത്ത്, ആ ശരീഅത്തിന് എതിരിൽ വരുന്നതായ വാർത്തകൾക്കൊക്കെ ശക്തമായ രീതിയിൽ അതിനെ നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും. ആ നിലക്ക് വളരെ സത്യസന്ധമായ നിലക്ക് ശരീഅത്തിൻ്റെ ഈ സ്വഭാവ ഗുണങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന നിലക്ക് അതിന് സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം അപ്പോൾ വാർത്തകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്നും അങ്ങനത്തെ ആ ഇലാഹിയായ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയില്ല. അതിനുള്ളതായ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതൊന്നും നമുക്കാർക്കും ഇല്ല. അപ്പം നമ്മളിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടെക്നോളജികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതും അതനുസരിച്ച് നമ്മൾ ജീവിക്കണമൊക്കെ. ഇപ്പം അമേരിക്കയുടെ സംഭവമാണ്, അത് നമ്മൾ കേൾക്കും. അതിൻ്റെ വാർത്താ മാധ്യമങ്ങൾ അതിനുള്ള പ്രത്യേകമാവുന്ന ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ കേൾക്കാൻ കഴിയും. അതിൻ്റെ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും. അതല്ലാത്തവർക്ക് നമുക്ക് സാധാരണക്കാർക്ക് കേൾക്കാൻ കഴിയൂല. അപ്പം എന്തോ ആവട്ടെ, ഈ പത്രരംഗത്ത് മാധ്യമരംഗത്ത് ദർശന മാധ്യമങ്ങളാണെങ്കിലും അല്ലാത്ത മാധ്യമങ്ങൾ ഇവിടെ നമ്മൾ വളരെയധികം പുരോഗമിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു കൊണ്ടിട്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു ഉയർച്ച നമ്മളെ കേരളത്തിൽ ഒരുപാട് പത്രങ്ങൾ, ഈ പത്രങ്ങൾ തമ്മിൽ ഒരു പത്രം മറ്റൊരു പത്രത്തിന് ഒരിക്കലും എതിരല്ല. പത്രങ്ങൾ തമ്മിലുള്ളൊരു മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും മത്സരം ഉണ്ടായാലേ വിജയിക്കുള്ളൂ. അപ്പോൾ അതുപോലെ ആ മത്സരത്തിൽ സുപ്രഭാതം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതത്തിനക്ക് പ്രത്യേകമാവുന്ന ഒരു തിയറി, ഒരു പ്രത്യേകമാവുന്ന അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. വാർത്തകൾ സത്യമായും കൊണ്ട് പ്രസിദ്ധീകരിക്കാതെ, അതാണ് നിഷ്പക്ഷമായി പ്രസിദ്ധീകരിക്കുക. അതോടുകൂടി വിശുദ്ധ ശരീഅത്ത്, ആ ശരീഅത്തിന് എതിരിൽ വരുന്നതായ വാർത്തകൾക്കൊക്കെ ശക്തമായ രീതിയിൽ അതിനെ നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും. ആ നിലക്ക് വളരെ സത്യസന്ധമായ നിലക്ക് ശരീഅത്തിൻ്റെ ഈ സ്വഭാവ ഗുണങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന നിലക്ക് അതിന് സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം ഈ രാജ്യത്തിൻ്റെ, ഇന്ത്യ രാജ്യത്തിൻ്റെ അതിൻ്റെ നന്മകളും അതിൻ്റെ പാരമ്പര്യ സ്വഭാവങ്ങളും അതൊക്കെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്നതായ നിലക്കുള്ള എഴുത്തുകളും അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് സുപ്രഭാതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് സുപ്രഭാതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണവും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെയുള്ള പ്രവാസികളാവുന്ന നിങ്ങളെല്ലാവരും നല്ല നിലക്ക് ഇതിലൂടെ സഹകരിച്ചത് കൊണ്ടും ഇതിന് ഇവിടെ നേതൃത്വം നൽകുന്നതായ ആളുകൾക്കുള്ള ശക്തമായ പ്രവർത്തനം കൊണ്ടും സുപ്രഭാതം ഗൾഫ് എഡിഷൻ എന്ന ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ നല്ല നിലക്ക് ഈ പറയപ്പെട്ടതുപോലുള്ള വാർത്തകൾ ആ നിലക്ക് പ്രസിദ്ധീകരിച്ചു കൊണ്ടിട്ട് ഈ പത്രത്തിനെ വളർത്തിക്കൊണ്ടുപോകാനും ഗൾഫിൽ ഇതൊരു വലിയ സംഭവമായി കൊണ്ട് മാറ്റാനൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ.